നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശതമാനത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയത് കഴിഞ്ഞ കുറേ വീഡിയോയിൽ പറഞ്ഞു പോയതല്ലാതെ നമ്മളൊരു ക്രിയയായിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. അത് ക്രിയയിലേക്കൂടെ ഒന്ന് പോകാം. അതെന്താണ്, നമ്മളിപ്പോൾ പല ക്രിയ ചെയ്യാൻ നേരത്ത് ഒരു ചോദ്യം വരുമ്പോഴൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പം ഈ 100 എന്നൊരു ഭാഗമുണ്ട്, ശതമാനം വരുമ്പോൾ 100. അപ്പോൾ 100 കൊണ്ട് ചില കണക്കുകൾക്ക് ഹരിക്കുകയും ചിലതിന് ഗുണിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അത് എവിടെയാണെന്നുള്ള ചില കൺഫ്യൂഷൻ ചില കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പുതിയ അറിവൊന്നുമല്ല, എന്നാലും അത് എന്തിനാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കണക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സംഖ്യയുടെ ഇപ്പം ഒരു ചോദ്യം ഞാനിവിടെ എഴുതാം. 1000 1000ത്തിൻ്റെ ഒരു 15% എത്ര? ഇങ്ങനെ ചോദ്യം. ഇങ്ങനെ ചെറിയ ചോദ്യം ചെയ്യുന്നുള്ള ഇങ്ങനെ നല്ല ചോദ്യം, വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് ഇവിടെ ഒരു ക്രിയ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, നമ്മളിപ്പം കുറേ ഈ ക്രിയ ചെയ്ത് കാണിപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ആദ്യം ചെയ്യുന്നു 15% കാണുന്നത് 1000ത്തിൻ്റെ. അപ്പം 100 രൂപയ്ക്ക് 15 രൂപ എന്നതുള്ളതാണ് 15%ൻ്റെ അർത്ഥം. 100 രൂപയ്ക്ക് 15 രൂപ. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടി 1000ത്തിൻ്റെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ 100 രൂപയ്ക്ക് എത്രയാണ് 15 എന്നുള്ളത് 1 രൂപയ്ക്ക് എത്രയാണ് എന്നൊന്ന് കണക്കാക്കിയാൽ ആ 1 രൂപയ്ക്ക് എത്രയാണെങ്കിൽ ഗുണം 1000. അപ്പോൾ അത് 1000ത്തിന് എത്ര ആണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട്. അതുകൊണ്ടാണ് അപ്പോൾ 15 എന്നുള്ളത് 100-നാണെങ്കിൽ 1 രൂപയ്ക്ക് എത്ര ആവും എന്നറിയാൻ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ക്രിയ ചെയ്ത് കിട്ടുമ്പോൾ എന്തോ 1 രൂപയ്ക്ക് എത്ര ആണെന്ന് ഇതിൽ കിട്ടും. ഇതിനെ ഈ കിട്ടുന്നതിനെ അപ്പോൾ 1 രൂപയ്ക്കാണ് കിട്ടിയത്, 15 100 കൊണ്ട് 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര? 1000ത്തിൻ്റെ 15% കിട്ടും. അപ്പം 1 രൂപയ്ക്ക് 15 രൂപ 100 രൂപയ്ക്കാണെങ്കിൽ ആ 15നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 രൂപയ്ക്ക് എത്രയാണെന്ന് കിട്ടും. ആ 1 രൂപയ്ക്ക് കിട്ടുന്ന എത്രയാണോ അതിന് 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000ത്തിൻ്റെ 15% കിട്ടും. അപ്പം നമുക്ക് നോക്കാം. അല്ല, ഇത് 15 ഗുണം 10 150. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്രിയ. ഞാൻ പറഞ്ഞിട്ട് ഇത് പുതിയ കണക്കല്ല, പുതുമയുമല്ല, ഇതാണ് ക്രിയ. പക്ഷേ ക്രിയയുടെ ഉദ്ദേശം 15 രൂപ എന്നുള്ള 100-നായതുകൊണ്ട് 1 രൂപയ്ക്ക് എത്ര, ഇത് പ്രസക്തി ഇവിടെ അല്ല, അടുത്ത കണക്കിൽ അത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സംഖ്യയുടെ ശതമാനം കണ്ടുപിടിക്കുക. എന്നാൽ മറിച്ച് 150 കിട്ടിയല്ലോ, അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് കണക്ക്. ഇപ്പോൾ ഒരു കച്ചവടമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് വിറ്റപ്പോൾ 150 രൂപ ലാഭം കിട്ടി എന്ന് നമ്മൾ കണക്കാക്കാം എന്നൊരു ചോദ്യം. 1000 രൂപ മുതൽ മുടക്കിയ ഒരു സാധനം വിറ്റപ്പോൾ 150 രൂപ ലാഭം കിട്ടിയപ്പോൾ അതിൻ്റെ ശതമാനം എത്ര? ഇങ്ങനെ ചോദിക്കാം, തിരിച്ച് ചോദിക്കാം. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ കൺഫ്യൂഷൻ ചിലർക്ക്, എല്ലാവർക്കും ഒന്നുമില്ല, ചില ആളുകൾക്ക് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നത് 1000 രൂപയുടെ സാധനം വിറ്റപ്പോൾ എത്ര കിട്ടി? 150 രൂപ കിട്ടി. അപ്പോൾ 1000 രൂപയ്ക്ക് 150 കിട്ടി. അപ്പോൾ 1 രൂപയ്ക്ക് എത്ര കിട്ടി എന്ന് നമുക്കൊന്ന് നോക്കാം. 1000 രൂപയ്ക്ക് 150 ആകുമ്പോൾ 150നെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 1 രൂപയ്ക്ക് എത്രയാണെന്ന് കിട്ടും. 1 രൂപയ്ക്ക് എത്രയാണെന്ന് കിട്ടും. അപ്പം ശതമാനം എന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്കായിരിക്കണം? 100 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്രയാണെന്ന് കിട്ടും. ഇപ്പോഴാണ് 100 കൊണ്ട് ഗുണിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അപ്പം 150 രൂപ 1000 രൂപയ്ക്ക് ലാഭം കിട്ടിയപ്പോൾ 150 ഭാഗം 1000 അതെന്ന് പറയുമ്പോൾ 1 രൂപയ്ക്ക് എത്ര കിട്ടി? ആ 1 രൂപ ഗുണം 100. അപ്പം ആ കിട്ടുന്ന എത്രയാണോ അതിന് 100 കൊണ്ട് ഗുണിക്കുക ശതമാനം കിട്ടും. നമുക്ക് നോക്കാം. 15 തന്നെ അവശേഷിച്ചു. എത്ര കിട്ടി? 15%. ഇവിടെയാണ് കൺഫ്യൂഷൻ. ഇവിടെ 100 കൊണ്ടാണ് ഹരിച്ചതെങ്കിൽ ഇവിടെ 100 കൊണ്ട് ഗുണിക്കുന്നു.
എന്ന് പറയുമ്പോൾ ഈ ഒരു എന്തിനാണ് ഏത് ഭാഗമാണ് ഇങ്ങനെ വരുന്നതെന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഏത് നമുക്ക് കണക്ക് കിട്ടിയാലും 1 രൂപയ്ക്ക് എത്രയാണെന്ന് അറിയാം. ഇപ്പം 1,00,000 രൂപയ്ക്ക് 10,000 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 10,000 രൂപ ലാഭം എത്ര രൂപയ്ക്കാണ് കിട്ടിയത്? 1,00,000. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഇത്ര കണ്ടുപിടി എത്ര ശതമാനമായിരിക്കും എന്നായിരിക്കും ചോദ്യം വരുന്നത്. അതുകൊണ്ട് 1,00,000 രൂപയ്ക്ക് 10,000 അല്ലെ 1,000 കിട്ടും. ആ കിട്ടിയതിനെ ഡിവൈഡ് ബൈ 1,00,000 എന്ന് പറയുമ്പോൾ 1 രൂപയ്ക്ക് കിട്ടും. അതിൻ്റെ ശതമാനമൊക്കെ 100 കൊണ്ട് പിടിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആദ്യത്തെ പോലെ. അപ്പം ചെറിയൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇതൊരു പുതുമയായിട്ടുള്ള എങ്കിലും ഇങ്ങനെ ചിലയിടത്ത് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം 100 കൊണ്ട് വരുന്നു. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി, ചിലർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, ചിലർക്ക് വേണ്ടിയിട്ട് ഇത് ആവശ്യം ഉള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇനിയും കണക്കുകളായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോ വരുന്നത്. നന്ദി.